Kavita Gold and Diamonds, the versatile jewelry. Welcome top headlines. തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. 2 വർഷം മുൻപുള്ള ദൃശ്യം പുറത്തെത്തിച്ചത് നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ. ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിന് മർദ്ദനമേറ്റത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ. ക്രൂരമർദ്ദനം സുഹൃത്തുക്കളെ പോലീസ് ചോദ്യം ചെയ്തത് തടഞ്ഞതിന്. ആള് ജംഗ്ഷന്റെ അവിടെ വെച്ചിട്ട് എന്നെ തല്ലിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സ്റ്റേഷനിൽ വന്നതിന് ശേഷം എല്ലാവരും കൂടിയിട്ട് 5 പേരും കൂടി നല്ല ക്രൂരമായിട്ട് മർദ്ദിക്കാനുണ്ടായിട്ടുണ്ട്. സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരുടെ ഇൻക്രിമെന്റ് റദ്ദാക്കി. ഇവർക്കെതിരെ നേരത്തെ നടപടി സ്വീകരിച്ചിരുന്നുവെന്ന് DIG ഹരിശങ്കർ. പൗരത്വ നിയമത്തിൽ വൻ ഇളവ് നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. 2024 വരെ ഇന്ത്യയിലെത്തിയ മുസ്ലിം ഇതര മതക്കാർക്ക് തുടരാം. ഇളവ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് രാജ്യക്കാർക്ക് മാത്രം. ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനോട് ചോദ്യങ്ങളുമായി VD സതീശൻ. ആചാരലംഘനം നടത്താൻ കൊടുത്ത സത്യവാങ്മൂലം പിൻവലിക്കാൻ തയ്യാറാകുമോ എന്നും പ്രതിഷേധിച്ചവർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുമോ എന്നും ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയാൽ നിലപാട് വ്യക്തമാക്കുമെന്നും VD സതീശൻ. വർഷക്കാലമായി ശബരിമലയിലെ വികസനത്തിന് ചെറുവിരൽ പോലും അനക്കാത്ത ഒരു സർക്കാരാണ്. അവരിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ അയ്യപ്പ സംഘവുമായി വരുമ്പോൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട ആളുകളും ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. CPM എന്നും വിശ്വാസികൾക്കൊപ്പം എന്ന് ആവർത്തിച്ച് MV ഗോവിന്ദൻ മാസ്റ്റർ. ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പിൽ സുതാര്യത തോന്നുന്നില്ലെന്ന് ഹൈക്കോടതി. ആരാണ് അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന് കോടതിയുടെ ചോദ്യം. നടത്തിപ്പിൽ സർക്കാരിനും ബോർഡിനും വ്യക്തതയില്ല. അയ്യപ്പന്റെ പേരിൽ സ്പോൺസർഷിപ്പ് ശരിയല്ല. സർക്കാരും ദേവസ്വം ബോർഡും വിശദീകരണം നൽകണം. ചെലവ് കണക്ക് അറിയിക്കാനും കോടതിയുടെ നിർദ്ദേശം. സ്വർണവിലയിൽ വീണ്ടും കുതിപ്പ്. ഒരു പവന്റെ വില 78,000 കടന്നു. 640 രൂപ വർദ്ധിച്ച് 78,440 രൂപയിലെത്തി. ഗ്രാമിന് 80 രൂപ വർദ്ധിച്ച് 9,805 രൂപയായി. സർക്കാരിന്റെ ഓണം വാരോഘോഷത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. കനകക്കുന്നിൽ വൈകിട്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര നടന്മാരായ ബേസിൽ ജോസഫ്, രവി മോഹൻ എന്നിവർ മുഖ്യാതിഥികൾ. ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി ദീപാലങ്കാരം. ഉത്തരേന്ത്യയിൽ മഴക്കെടുതി രൂക്ഷം. യമുന നദിയിൽ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിൽ. പ്രളയ മുന്നറിയിപ്പിന് പിന്നാലെ 10,000-ഓളം പേരെ മാറ്റിപ്പാർപ്പിച്ചു. പഞ്ചാബിലെ വെള്ളപ്പൊക്കത്തിൽ 30 മരണം. ഇന്ത്യ കൂടുതൽ ചുങ്കം ചുമത്തുന്ന രാജ്യമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിൽക്കാൻ കഴിയാത്ത സ്ഥിതിയെന്നും വിമർശനം. കൂടുതൽ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം ശക്തമാക്കാൻ ഇന്ത്യ ഒരു രാഷ്ട്രത്തിന്റെ ഭീഷണിക്കും വഴങ്ങില്ലെന്ന് അമേരിക്കയ്ക്ക് ചൈനയുടെ പരോക്ഷ മുന്നറിയിപ്പ്. മലപ്പുറം മഞ്ചേരിയിൽ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട